കേസ് നമുക്കിത് ക്ലാസ്സിൽ പോകുന്ന ഒരു കുട്ടി വീഡിയോ കണ്ടാലോ. അപ്പോൾ അത് നമുക്ക് റെഡി ആവാം. ഞാൻ ഓൾറെഡി സ്കിന്നിൽ പ്രെപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം ഐഷാഡോ പാലറ്റിൽ നിന്നൊരു കളർ എടുത്ത് ജസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ കൺസീലർ ഇട്ട് കഴിഞ്ഞപ്പം നമ്മൾ ഡാർക്ക് സർക്കിൾസിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് ഫൗണ്ടേഷൻ പുട്ടി അടിക്കുക കേസ്. പിന്നെ അത് തുള്ളിയായി എടുത്ത് മുഖം ഫുൾ തേച്ച് പിന്നെ നമ്മൾ മാക്സിമം വെറ്റ് പഫ് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ മാറ്റ് ഫിനിഷ് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് ഈ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പാക്ട് വെച്ച് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഈ ഐഷാഡോ പാലറ്റ് ഉണ്ടെങ്കിലും എനിക്ക് ഈ കണ്ണിൻ്റെ മുകളിലിടാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡാട്ടോ ഇഷ്ടം. സോ അത് ഞാൻ ജസ്റ്റ് ഇട്ടെടുത്തു. പിന്നെ ഐലൈനർ ഫോണിൽ നോക്കി ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതൊന്ന് പോയി ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് ലിപ്പ് ലൈനറും കൂടെ ചെയ്തപ്പം ഏകദേശം നമ്മൾ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി ഡ്രസ്സെല്ലാം മാറി. ഇനി ആ ഗൈസ് മെയിൻ ചടങ്ങ് എങ്ങനെ കെട്ടണം എന്ന് വെച്ചാൽ ഫുൾ കൺഫ്യൂഷനും. സോ അവിടെ ഞാൻ ഒരു സെറോം തേച്ച് ഹെയർ ഒന്ന് സെറ്റാക്കി ലൂസ് ഹെയർ ഇടാമെന്ന് വെച്ചു. പിന്നെ എന്തായാലും ഇത്രയും ചെയ്തില്ല, എന്തിനാ കുറക്കെന്ന് വെച്ചാൽ ജ്വല്ലറിയും കുറച്ച് ജ്വല്ലറിയല്ല കമ്മൽ കുറച്ച് ഹെവി ഇട്ട്. ആൻഡ് ഗൈസ് ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. ഒരു കോഡ് സെറ്റാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിന് ഇറങ്ങി. ജസ്റ്റ് ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് ബാഗൊന്നും എടുത്തിട്ടില്ല, അതും എടുത്ത് പോയി. പിന്നെ സാറ് വരാൻ കുറച്ച് ലേറ്റായി എൻ്റെ പട്ടി ഷോയ്ക്ക് കിടന്ന് കാണിക്കുന്നത് എന്തെല്ലോ കാണിച്ചു. അത് കഴിഞ്ഞ് സാറ് വന്നപ്പോൾ ഞങ്ങൾ കുറച്ചിരുന്ന് പഠിച്ചു. കുറച്ചധികം പഠിച്ചു. അപ്പോൾ ബ്രേക്ക് ആയപ്പം കുറച്ചധികം പഠിച്ചല്ലേ വിശക്കൂലേ, ഞങ്ങൾ പോയി ഒരു വട തന്നു. ആൻഡ് ഗൈസ് ഈ വട എങ്ങനെയുണ്ടെന്ന് എൻ്റെ മുഖത്തെ എക്സ്പ്രഷനും തിരിയും ഗൈസ്. കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു, അത്ര മാത്രം. പിന്നെ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി ഞാൻ റവയുണ്ടേ തന്നു, അതും കഴിച്ചു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഓടി പഠിച്ച് വീട്ടിൽ വന്നു. കാരണം ഇനി എനിക്ക് പണിക്ക് പോകണം. അപ്പം